നമ്മുടെ രാജ്യത്തെ റെയിൽ ഗതാഗത രംഗത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ്. കേരളം അടക്കം നിരവധി സംസ്ഥാനങ്ങളിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ഇതിനോടകം സർവീസ് തുടങ്ങിക്കഴിഞ്ഞു. മികച്ച യാത്രാ സൗകര്യങ്ങൾ നൽകുന്ന ഈ അതിവേഗ ട്രെയിനെ പറ്റി വളരെ മികച്ച പ്രതികരണമാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്നതും. 24 സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ ഈ ട്രെയിനിൽ കയറാൻ ഇപ്പോഴും സാധാരണക്കാർ മടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ ടിക്കറ്റ് നിരക്കാണ്. ഒരു സാധാരണ ട്രെയിനിലെ സ്ലീപ്പർ AC ടിക്കറ്റ് നിരക്കുകൾ വെച്ച് നോക്കുമ്പോൾ വന്ദേ ഭാരതിൻ്റെ ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതൽ തന്നെയാണ്. കൂടിയ നിരക്കിനുള്ള സൗകര്യങ്ങൾ ഈ ട്രെയിൻ തരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എന്നാലും ബഹുഭൂരിപക്ഷം വരുന്ന യാത്രക്കാർക്കും ഈ സൗകര്യങ്ങൾ ആവശ്യമില്ലാത്തവരാണ്. അതുകൊണ്ട് അവർ ഈ ട്രെയിൻ തിരഞ്ഞെടുക്കാതെ ടിക്കറ്റ് നിരക്ക് കുറവുള്ള ട്രെയിനുകളിലാണ് കൂടുതലായി യാത്ര ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. എന്തായാലും ഈ കാര്യം ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് മനസ്സിലായി എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. അതായത് വന്ദേ ഭാരത് സർവീസുകളുടെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കാനുള്ള നീക്കത്തിലാണ് റെയിൽവേ എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. യാത്രക്കാരുടെ എണ്ണം കുറവുള്ള പാതകളിൽ സർവീസുകളെ കൂടുതൽ ജനകീയമാക്കാനുള്ള നീക്കത്തിലാണ് നിരക്ക് കുറയ്ക്കുന്നതിനുള്ള നീക്കം നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചെറിയ ദൂരങ്ങളിലേക്കുള്ള സർവീസുകളിലാണ് നിരക്ക് മാറ്റത്തെക്കുറിച്ചുള്ള സൂചനകൾ വരുന്നത് എന്നാണ് വാർത്തകൾ വരുന്നത്. അതേസമയം തന്നെ കേരളത്തിലെ യാത്രക്കാർക്ക് ഈ ടിക്കറ്റ് നിരക്കിലെ ഇളവ് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കേരളത്തിൽ ഈ ഇളവ് ലഭിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. കാരണം ഇത്ര നിരക്ക് കൂടുതൽ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ വന്ദേ ഭാരത് ട്രെയിനുകളിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ രാജ്യത്ത് ഒന്നാമത് തന്നെയാണ് കേരളത്തിലെ ട്രെയിനുകൾ. അതുകൊണ്ട് യാത്രക്കാർ കുറവുള്ള റൂട്ടുകളിൽ നടപ്പാക്കുന്ന ടിക്കറ്റ് നിരക്കിളവ് കേരളത്തിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ച് ഇൻഡോർ ഭോപ്പാൽ, ഭോപ്പാൽ ജബൽപൂർ, നാഗ്പൂർ ബിലാസ്പൂർ എക്സ്പ്രസുകൾ അടക്കമുള്ള ചില സർവീസുകളുടെ നിരക്കിലാകും മാറ്റം ഉണ്ടാകുക എന്നാണ് റിപ്പോർട്ട്. ഭോപ്പാൽ ജബൽപൂർ വന്ദേ ഭാരത് സർവീസിന്റെ ഒക്യുപ്പൻസി നിരക്ക് 29%. ഇൻഡോർ ഭോപ്പാൽ വന്ദേ ഭാരതിൽ ഇത് 21%. AC ചെയർ ടിക്കറ്റ് നിരക്ക് 950 രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിന്റെ ടിക്കറ്റ് നിരക്ക് 1525 ഈ സർവീസുകൾക്ക് ഈടാക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ഈ സേവനം ലഭ്യമാക്കുന്നത് ലക്ഷ്യമിട്ടാണ് തീരുമാനം എന്നാണ് റെയിൽവേ വിശദമാക്കുന്നത്. നാഗ്പൂർ ബിലാസ്പൂർ പാതയിലും നിരക്ക് കുറയാനാണ് സാധ്യത. 5 മണിക്കൂർ 30 മിനിറ്റാണ് ഈ പാതയിലെ വന്ദേ ഭാരത് സർവീസിന് ആവശ്യമായി വേണ്ടിവരുന്നത്. നിരക്ക് കുറഞ്ഞാൽ ഒക്യുപ്പൻസിയിൽ വലിയ മാറ്റം വരുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. നിലവിൽ 55% ഒക്യുപ്പൻസി. ചെയർ കാറിന് 1075 എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് 2045 രൂപയുമാണ് ഈ പാതയിലെ നിരക്ക്. ഭോപ്പാൽ ജബൽപൂർ പാതയിൽ 32% ഒക്യുപ്പൻസി. എന്നാൽ ജബൽപൂരിൽ നിന്നുള്ള തിരികെ യാത്രയ്ക്ക് 36% ഒക്യുപ്പൻസി ഉണ്ട്. അതേസമയം രാജ്യത്തെ 23 ജോഡി വന്ദേ ഭാരത് ട്രെയിനുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് ആണെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ. ഈ സർവീസിൽ ശരാശരി ഒക്യുപ്പൻസി റേറ്റ് 183%. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് തൊട്ടു പിന്നിൽ. 176% ഒക്യുപ്പൻസി വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ.